പഴയ രേഖകൾ പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. അവിടെ പഴയ രജിസ്റ്റർ അടക്കം പരിശോധിച്ചു. എന്തൊക്കെ തെളിവുകൾ സിദ്ദിഖിനെതിരെ ലഭിക്കുന്നു എന്നുള്ളതാണ്. 2016 നടന്ന സംഭവമാണ്. സിനിമാ ചർച്ചയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാണ് സിദ്ദിഖ് മുറിയിലേക്ക് വിളിപ്പിച്ചത്. ഇവിടെ വെച്ചാണ് സിദ്ദിഖ് തന്നെ ക്രൂരമായി പീഡിപ്പിച്ചത് എന്നാണ് നടിയുടെ മൊഴി. ഇത് മാതാപിതാക്കളോട് പറഞ്ഞിരുന്നുവെന്ന് നടി പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം നിള തിയേറ്ററിലെ പ്രിവ്യൂ ഷോയ്ക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത്. പ്രിവ്യൂ ഷോയിൽ ഇരുവരും ഒന്നിച്ച് ഉണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അക്കാര്യം നടി മൊഴിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. മാതാപിതാക്കളുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം നടിയുടെ രഹസ്യമൊഴി തിരുവനന്തപുരം കോടതിയിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. വിവരങ്ങളുമായി TV പ്രസാദ് ഉണ്ട്. ഒപ്പം റിനു ശ്രീധരം ആദ്യം TV പ്രസാദിലേക്ക്. പ്രസാദ്, ഇപ്പോൾ നടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം അതാണിപ്പോൾ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാസ്കറ്റ് ഹോട്ടലിൽ പ്രധാനപ്പെട്ട രേഖ എന്നുള്ളത് സിദ്ദിഖ് താമസിച്ചിരുന്നോ, ഈ പറഞ്ഞ ദിവസം, സംഭവം നടന്ന ദിവസം രജിസ്റ്ററിൽ സിദ്ദിഖിന്റെ പേരുണ്ടോ എന്നുള്ളതാണ്. ആ തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞോ പ്രസാദ്? ആ തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട എവിഡൻസും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. അതായത് ഇത്തരം ഹോട്ടലുകളിൽ സന്ദർശക രജിസ്റ്റർ സൂക്ഷിക്കാറുണ്ട്. ആ സന്ദർശക രജിസ്റ്ററിൽ ആ യുവനടി പറയുന്ന ദിവസം, ആ സമയം ആ യുവനടി ഇവിടേക്ക് വന്നതായി സന്ദർശക ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട തെളിവുകൾ, അതായത് ആ ദിവസം സിദ്ദിഖ് ഇവിടെ ഉണ്ടായിരുന്നു, മറ്റൊന്ന് സന്ദർശക ഡയറിയിൽ യുവനടി ഇവിടേക്ക് വന്നിരുന്നു എന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങൾ. ഈ രണ്ട് രേഖകളും ഇതിനകം ഇവിടെ വന്ന് അന്വേഷണ സംഘം ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അതായത് മസ്കറ്റ് ഹോട്ടൽ അധികൃതർ പോലീസിന് കൈമാറിയിട്ടുണ്ട്, അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഏറ്റവും പുതിയ വിവരമാണ് പ്രസാദ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സിദ്ദിഖ് എതിരായ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ അന്വേഷണ സംഘത്തിന് മാസ്കറ്റ് ഹോട്ടലിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. അവിടെ 2016 നടി ആരോപിച്ച ദിവസം സിദ്ദിഖ് താമസിച്ചു എന്നതിന് തെളിവ് രജിസ്റ്ററിൽ ലഭിച്ചു എന്നുള്ള വിവരത്തിന് പുറമെ സന്ദർശക ഡയറിയിൽ യുവനടിയുടെ പേരുണ്ട് എന്ന കാര്യം കൂടി സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ റിപ്പോർട്ടർ. ഇപ്പോൾ രണ്ട് തെളിവുകൾ സിദ്ദിഖുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയാണ്. യുവനടിയുടെ മൊഴി ശരിവെക്കുന്ന തെളിവുകൾ അവിടെ മാസ്കറ്റ് ഹോട്ടലിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. യുവനടി പറഞ്ഞത് പ്രകാരം തന്നെ അവിടെ സിദ്ദിഖ് ആവശ്യപ്പെട്ടത് പ്രകാരം സിനിമാ ചർച്ചകൾക്കായി മാസ്കറ്റ് ഹോട്ടലിലേക്ക് താൻ പോയിരുന്നു എന്നാണ്. അവിടെ മുറിയിൽ അടച്ചിട്ടുകൊണ്ട് തന്നെ പീഡിപ്പിച്ചു എന്നാണ് നേരത്തെ യുവതി മൊഴി നൽകിയിരുന്നത്. പരസ്യമായ വെളിപ്പെടുത്തലും അതായിരുന്നു. അപ്പോൾ അതിന്റെ രണ്ട് തെളിവുകൾ, സിദ്ദിഖിനെതിരായ രണ്ട് തെളിവുകൾ ഇപ്പോൾ മാസ്കറ്റ് ഹോട്ടലിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ്. രജിസ്റ്ററിൽ സിദ്ദിഖിന്റെ പേര്, സന്ദർശക ഡയറിയിൽ യുവനടിയുടെ പേര്. പ്രസാദ്, തുടരാം. ഇപ്പോഴും അവിടെ സംഘം തുടരുന്നുണ്ടോ, അതോ മാസ്കറ്റ് ഹോട്ടലിലെ നിലവിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങിയിരിക്കുന്നോ? തെളിവെടുപ്പ് പൂർത്തിയായില്ല സ്മൃതി. ഇപ്പോഴും ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട്. കാരണം നമ്മൾ നേരത്തെ കണ്ടതുപോലെ കണ്ടോൺമെന്റ് ACP സ്റ്റുവർട്ട് കില്ലറുടെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അതിനകത്തേക്ക് പോയിട്ടുണ്ട്. അവരുടെ പരിശോധന തുടരുകയാണ്. അത് തന്നെയാണ് നേരത്തെ സ്റ്റുവർട്ട് കില്ലറും പറഞ്ഞത്. അങ്ങനെയെങ്കിൽ കൂടുതൽ പരിശോധന ഇവിടെ ആവശ്യമാണ് എന്നുള്ളതാണ്. സ്മൃതിയുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നാൽ, അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ്, യുവനടി 2016 പറയുന്ന ആ ദിവസം സിദ്ദിഖ് ഇവിടെ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് പരിശോധിക്കേണ്ട പ്രാഥമികമായ കാര്യം. ആ ദിവസം സിദ്ദിഖ് ഇവിടെ താമസിച്ചിരുന്നു എന്നതിന്റെ തെളിവുകൾ ഇതിനകം അന്വേഷണ സംഘം ഇവിടെ നിന്ന് ശേഖരിച്ചു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ യുവനടി പറയുന്ന സമയത്ത് യുവനടി ഈ കാണുന്ന മസ്കറ്റ് ഹോട്ടലിലേക്ക് വന്നിരുന്നോ എന്നുള്ളതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ സന്ദർശക ഡയറി പരിശോധിച്ചപ്പോൾ യുവനടി പറയുന്ന ദിവസം, പറയുന്ന സമയം, യുവനടിയുടെ പേര് സന്ദർശക ഡയറിയിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് എവിഡൻസുകൾ ഇതിനകം തന്നെ ആയിക്കഴിഞ്ഞു. ഒന്ന്, സിദ്ദിഖ് ഇവിടെ താമസിച്ചിരുന്നു. സിദ്ദിഖ് താമസിച്ചിരുന്ന സമയത്ത് യുവനടി ഈ മസ്കറ്റ് ഹോട്ടലിലേക്ക് വന്നിരുന്നു. ഇനി അവിടുന്ന് അങ്ങോട്ടേക്കാണ് പ്രധാനമായും അന്വേഷണ സംഘത്തിന് നീങ്ങേണ്ടത്. നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് തെളിവുകൾ കിട്ടുന്നതിൽ പോലീസ് പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ അന്വേഷണം ഒരുപക്ഷെ ഇവിടെ മുതൽ തന്നെ പ്രതിസന്ധിയിലാകും. കാരണം അങ്ങനെ സിദ്ദിഖ് താമസിച്ചില്ലായിരുന്നുവെങ്കിൽ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സിദ്ദിഖിനെതിരായ പരാതിയിൽ ആദ്യ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കിട്ടുന്നു എന്ന നിർണായക വിവരമാണ് ഈ സമയം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. അതിലൊന്ന്, സിദ്ദിഖ് യുവനടി പറഞ്ഞ സമയത്ത് ഈ
മസ്കറ്റ് ഹോട്ടലിൽ താമസിച്ചിരുന്നു. 2, യുവനടി പറഞ്ഞതുപോലെ യുവനടി ഇവിടേക്ക് വന്നിരുന്നു എന്ന സന്ദർശക ഡയറിയിലെ തെളിവുകൾ. അങ്ങനെ സിദ്ദിഖ് താമസിച്ചതിനും യുവനടി വന്നതിനുമുള്ള തെളിവുകൾ നിലവിൽ അന്വേഷണ സംഘത്തിന് കിട്ടി. ഇനി ധൈര്യമായി മുന്നോട്ട് പോകാം. ഇനി മുന്നോട്ട് പോകുമ്പോൾ വെല്ലുവിളികളാണ് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഏറെയുള്ളത്. അതായത് ടെലികോം സർവീസ് പ്രൊവൈഡറുകളെ സംബന്ധിച്ച് 2 വർഷത്തെ ടെലിഫോൺ വിളി വിശദാംശങ്ങൾ മാത്രമേ സൂക്ഷിച്ചു വയ്ക്കേണ്ട ബാധ്യത അവർക്കുള്ളൂ. അതുമാത്രമേ ഇത്തരം അന്വേഷണ സംഘങ്ങൾക്ക് അവർക്ക് കൈമാറാൻ വേണ്ടി കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ 2016 നടന്ന ഫോൺ വിളി വിശദാംശങ്ങൾ അതല്ലെങ്കിൽ ഫോൺ ലൊക്കേഷനുകൾ എങ്ങനെ ശേഖരിക്കുമെന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. 1. രണ്ടാമത്തേത്, ഇന്നത്തെ കേസന്വേഷണത്തിൽ ഏറ്റവും നിർണായകമാകുന്നത് CCTV ആണ്. അങ്ങനെ CCTV കിട്ടണമെങ്കിൽ ഇത്ര കൊല്ലം സൂക്ഷിച്ചു വയ്ക്കുന്ന CCTV സംവിധാനം സാധാരണഗതിയിൽ എവിടെയുമില്ല. പ്രത്യേകിച്ച് സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ പരമാവധി 2 വർഷം അല്ലെങ്കിൽ ഒരുപക്ഷെ 3 വർഷം വരെയൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കാം. ഇതിപ്പോൾ 8 വർഷം കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CDR ഫോൺ വിളി വിശദാംശങ്ങൾ, 2 CCTV ഇത് രണ്ടും കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട വേറെയും തെളിവുകളിലേക്ക് പോകാം. അതായത് യുവനടിയുടെ അച്ഛനും അമ്മയും യുവനടി പറഞ്ഞതുപോലെ അവരും പറയുകയാണെങ്കിൽ കേസിൽ നിർണായകമായ തെളിവാണ്. തീർന്നില്ല. ആ സമയത്ത് നടന്ന ടെലിഫോൺ സംഭാഷണം സ്വാഭാവികമായും സിദ്ദിഖ് ഇവിടേക്ക് വിളിച്ചിരുന്നുവെങ്കിൽ പെൺകുട്ടിയുടെ ഫോണിൽ ഒരുപക്ഷെ ആ കോൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം. ആ സമയത്തെ വാട്സപ്പ് ചാറ്റുകളിൽ അതുണ്ടായേക്കാം. ആ സമയത്ത് സിദ്ദിഖിന്റെ വോയിസ് മെസ്സേജ് ഉണ്ടായേക്കാം, യുവനടിയുടെ വോയിസ് മെസ്സേജ് ഉണ്ടായേക്കാം. അങ്ങനെ ഡിജിറ്റൽ എവിഡൻസിലേക്ക് കൂടി കടക്കാനുള്ള ഒരു സാധ്യത അന്വേഷണ സംഘത്തിന് മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇത്രയും പെട്ടെന്ന് അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു ഒരുപാട് എന്നുള്ളതാണ്. അതായത് പ്രാഥമികമായ കാര്യത്തിൽ അന്വേഷണത്തിൽ കൃത്യത വരുത്തിയിരിക്കുന്നു. പ്രധാനപ്പെട്ട 2 തെളിവുകൾ. യുവനടി പറഞ്ഞ ദിവസം സിദ്ദിഖ് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ എത്തിയിരുന്നു, താമസിച്ചിരുന്നോ, ഇവിടെ മുറിയെടുത്തിരുന്നു, അത് വ്യക്തമാണ്. 2, യുവനടി ആരോപിക്കുന്നത് പോലെ യുവനടി സിദ്ദിഖിന്റെ മുറിയിലേക്ക് വന്നിരുന്നോ? സന്ദർശക രജിസ്റ്ററിൽ പരിശോധിച്ചപ്പോൾ യുവനടി വന്നിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട 2 തെളിവുകളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. ഈ തെളിവുകൾ ഇതിനകം തന്നെ അന്വേഷണ സംഘം മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് ശേഖരിച്ചു കഴിഞ്ഞു. മസ്കറ്റ് ഹോട്ടലിലെ ആദ്യഘട്ട പരിശോധന കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുന്ന കണ്ടോൺമെന്റ് ACP സ്റ്റുവർട്ട് കില്ലറിന്റെ വാക്കുകളാണ് നേരത്തെ റിപ്പോർട്ടറിലൂടെ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. അന്വേഷണം ഇവിടെ തുടരുകയാണ്. ഇപ്പോഴും ഉദ്യോഗസ്ഥരുണ്ട്. കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ CCTV കിട്ടാനുള്ള സാധ്യത അതിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ റിട്രീവ് ചെയ്തെടുക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? എല്ലാ തലങ്ങളിലേക്കും അന്വേഷണ സംഘം പോകും. കാരണം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേസായതുകൊണ്ട് തന്നെ അത് തെളിയിക്കാൻ പല തലങ്ങളിലേക്കും അന്വേഷണ സംഘത്തിന് പോകേണ്ടി വരും എന്ന കാര്യം വ്യക്തവുമാണ്.